Media 7 USA, your ever-present media partner. നമസ്കാരം, മീഡിയ 7 USA ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് റോയൽ പാം ബീച്ച് റീഗൽ സിനിമാസ് ഫ്ലോറിഡയിലാണ്. ഇവിടെ സാധാരണ മലയാള സിനിമ ഓടാറില്ല, ടെലികാസ്റ്റ് ചെയ്യാറില്ല. കുറേ നാൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ, ഈ ഒരു ഇൻ്റർനാഷണൽ ഒരു സിനിമ ഇവിടെ വരുന്നത്. ആ പടം കാണാൻ ഇത്തിരി മലയാളികൾ ഇവിടെ വന്നിട്ടില്ല, ചിലപ്പോൾ അറിഞ്ഞു പോലും കാണത്തില്ലായിരിക്കും എമ്പുരാൻ എന്ന സിനിമ ഇവിടെ ഓടുന്നുണ്ടെന്ന്. അപ്പോൾ ആ സിനിമയുടെ റിവ്യൂസ് അറിയാൻ വേണ്ടി കണ്ട പ്രേക്ഷകരോട് നമുക്ക് ചോദ്യം ചോദിക്കാം. സാറന്മാരെ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു പടം? ഡയറക്ഷൻ അത് ഇതേപോലെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വേ ഓഫ് മേക്കിംഗ് ആദ്യമായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി കുറേ കൂടി നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് മൂവീസിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി അതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഹാഫ് അതായിരുന്നു കുറേ കൂടിയും ത്രില്ലിംഗ് ആയിരുന്നേ. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. എന്ന് വെച്ചാൽ മോശം എന്നല്ല, ഇറ്റ് കുഡ് ബി മച്ച് ബെറ്റർ. മേക്കിംഗ് ഭയങ്കര രസമുണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ നല്ല ഓൺ ദ ടോപ്പ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഫിലിംസിൽ കണ്ടതിൽ ഓൺ ദ ടോപ്പ്. ഇപ്പോൾ ഹിന്ദിയായിട്ട് നമ്മൾ കമ്പയർ ആണെങ്കിൽ പോലും ഇപ്പോൾ എവരി പെനി അവർ നന്നായിട്ട് യൂസ് ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ലൂസിഫർ എന്ന സിനിമയുടെ സീക്വലായിട്ട് L2 എമ്പുരാൻ അടിപൊളിയായിരുന്നോ അതോ എങ്ങനെയുണ്ട് ആസ് എ സീക്വലായിട്ട് അടിപൊളിയായിരുന്നു. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വൺ. ഓക്കെ, സ്റ്റീഫൻ നെടുമ്പള്ളി അതോ ഇബ്രാഹിം ഖുറേഷി, ഏത് ക്യാരക്ടറാണ് മോഹൻലാൽ കുറച്ചും കൂടെ നല്ല മികച്ച പെർഫോമൻസ് വെച്ചത്? ഇതിൽ ആക്ച്വലി സ്റ്റീഫൻ നെടുമ്പള്ളി അല്ല, ഇതിൽ ലൂസിഫർ എന്നുള്ള ക്യാരക്ടറാണ് മോർ ഇമ്പോർട്ടൻസ്. കാരണം പഴയ പാട്ടിലാണ് അതൊരു സ്റ്റീഫൻ നെടുമ്പള്ളീനെ ഫോക്കസ് ചെയ്തിട്ട് വന്നുള്ളൂ. ഇത് പ്യുവർലി ഒരു ലൂസിഫർ, അതാണ് പുള്ളിയുടെ മെയിൻ റോള്. Are you excited for Trilogy 3, L3? വെയിറ്റിംഗ്. അതാണ് അതിൻ്റെ ത്രില്ലിങ്. അതെ, അതാണ് സസ്പെൻസും, അതാണ് അതിൻ്റെ ത്രില്ലിങ്ങും. പടം നല്ല പടമായിരുന്നു. കണ്ടിട്ട് ഇത്ര 3 മണിക്കൂറും സൂപ്പറായിരുന്നു. നല്ല എന്നിട്ട് പറയാം, നല്ലൊരു ഇംഗ്ലീഷ് മൂവിയോ അല്ല, ഹോളിവുഡ് മൂവിയോ അല്ല. പൃഥ്വിരാജിന് എന്തായാലും അടിപൊളി കഴിവുണ്ട്. പിന്നെ 3-4 ഇൻട്രോ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ, അതെന്നെ സൂപ്പറായിരുന്നല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്രയും വലിയ പടം വന്നപ്പോൾ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മാസ് ഡയലോഗ് ഈ പടത്തിലുണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓവറോൾ നല്ല പടമല്ലേ. ആ സ്ക്രീൻ പ്ലേ തന്നെ നമ്മൾ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും, ഞാൻ ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് സ്റ്റൈലല്ലേ പടം ചെയ്തേനെ, അതിന് തന്നെ ഇല്ലല്ലേ, ഡയലോഗ്സ് അല്ലല്ലോ മെയിൻലി. ആ പടം മേക്ക് ചെയ്തേക്കണ സ്റ്റൈൽ തന്നെ ഭയങ്കര ഒരു വ്യത്യാസമല്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. സാർമാരെ എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക്സ് ടു പ്രൊഡ്യൂസർ സുകുമാരൻ ആൻഡ് ദ ഹോൾ ക്രൂ. മലയാളത്തിൽ നിന്ന് ഇത്രയും ഒരു സൂപ്പർ പടം മലയാളത്തിൽ തന്നതിന് എല്ലാവരും നന്ദിയുണ്ട്. കാരണം നമുക്ക് ഗൂസ് ബംസ് അടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്നാണ് അടിപൊളി പടങ്ങൾ വരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പൃഥ്വിരാജ് പ്രൂവ് ചെയ്തു നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു പടം നമുക്കും പറ്റും. നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിന് ഇത് കിടക്കും. കാരണം ആക്ഷൻ മൂവീസ് പലതുണ്ടെങ്കിലും ഈ മലയാളികളുടെ ആക്ഷൻ മൂവീസിനോടുള്ള ഒരു തേഴ്സ്റ്റ് ക്വെഞ്ച് ചെയ്യുന്നൊരു മൂവി അത് അധികം വന്നിട്ടില്ല. മറ്റേ ഇതിന് മുമ്പുണ്ടായിരുന്ന ലൂസിഫർ നല്ലതായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു 10 times ബെറ്ററാണ് ഇപ്പോഴുള്ള മൂവി. എൻട്രിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈച്ച് ആൻഡ് എവരി എൻട്രി, എല്ലാവരുടെയും എൻട്രി. മോഹൻലാൽ തന്നെ 3-4 എൻട്രി ഉണ്ട്. ഈവൻ മഞ്ജു വാര്യർ നെഗറ്റീവ് ക്യാരക്ടർ, എല്ലാവരുടെ എൻട്രിയും ഈച്ച് ആൻഡ് എവരി എൻട്രി സോ ഗുഡ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല. ലൂസിഫർ എന്ന സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രം ഉണ്ടായിരുന്നു, വിവേക് ഓബറോയുടെ ബോബി എന്ന കഥാപാത്രം. ഈ പടത്തിൽ ആ വില്ലൻ പുതിയതായിട്ട് വന്ന ഹിന്ദി നടൻ, ആ വില്ലൻ്റെ റോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് ഹി ഡിഡ് ഇറ്റ് ബെറ്റർ. ആ പുള്ളിയുടെ ഇൻട്രോ തന്നെ, പുള്ളി ആ വരുമ്പം തന്നെ ഒരു ഫസ്റ്റ് ഷോട്ട് തന്നെ എടുത്തത് എനിക്ക് തോന്നുന്നൊരു മാസീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ. ഐ തിങ്ക് ഹി വാസ് എ വർത്ത് വില്ലൻ. Are you guys waiting for L3? Of course. തീർച്ചയായും. Thank you. ചേട്ടാ നമസ്കാരം, മീഡിയ 7 USA ചാനലിൽ നിന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി, എമ്പുരാൻ അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു പടം? പൃഥ്വിരാജ് അങ്കിൾ. It was good. It was really good. Are you guys excited for L3? അടിപൊളി. L3ക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ L3 കൂടി കാണാമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ. വില്ലൻ കഥാപാത്രം എങ്ങനെയുണ്ടായിരുന്നു? വില്ലൻ ഇല്ല, എല്ലാവരും നായകന്മാരാണല്ലോ. നായകന്മാരാണ്, ആരും വില്ലന്മാരില്ലല്ലോ. മഞ്ജു വാര്യർ. അതെ, മഞ്ജു വാര്യർ അടിപൊളി. ഞാൻ പടത്തിന്റെ ഇടയിൽ പറഞ്ഞു, മഞ്ജു വാര്യർ കിടുങ്ങി. അടിപൊളിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തു ടോവിനോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അഭിനയിക്കുന്നു? It could be. ശരിക്കും അറിയണ്ടല്ലേ, ഇറ്റ് കുഡ് ബി. ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ടോവിൻ സസ്പെൻസ് കളയണ്ടല്ലോ, കുഴപ്പമില്ല അല്ലേ ടോവിനെ, പക്ഷെ കുഴപ്പമില്ല. താങ്ക് യു.
Media 7 USA. your ever present media partner.